ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ഒരായുസ്സിന്റെ സ്വപ്നങ്ങളുമായിരുന്നു നിമിഷങ്ങൾക്കകം ആ കാറിനുള്ളിൽ കത്തിയമർന്നത്. വിധി കാത്തുവെച്ച ക്രൂരതയുടെ ആഴം അളക്കാൻ പോലും കഴിയാത്ത വിധം നാടിനെ ആകെ തളർത്തിക്കളയുന്നത് മറ്റൊന്നുമായിരുന്നില്ല. ആ അമ്മയുടെ വയറ്റിൽ 9ാം മാസത്തിലേക്ക് കടക്കാനിരുന്ന ഒരു കുഞ്ഞു ജീവന്റെ സ്പന്ദനം കൂടിയാണ് ആ അഗ്നിനാളങ്ങളിൽ അലിഞ്ഞുപോയത് എന്നതായിരുന്നു. കൺമണിയെ കൈകളിൽ വാങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത വിധം തീ പടർന്നു പിടിച്ചപ്പോൾ ആ അമ്മയും അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞും ആ ഇരുമ്പ് കൂടിനുള്ളിൽ കത്തിയമരുകയായിരുന്നു. പ്രസവ സംബന്ധമായ പരിശോധനകൾക്കായി ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോൾ സ്വന്തം വീട്ടുപടിക്കലെത്തുന്നതിന് തൊട്ടു മുൻപാണ് മരണത്തിന്റെ രൂപത്തിൽ ആ സ്ഫോടനമുണ്ടായത്. പേരാമ്പ്രയെയും കേരളക്കരയെയും ഒരുപോലെ ഉലച്ച ഈ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പഴുതടച്ചുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. ആ കനലുകളിൽ ഒടുങ്ങിയത് 2 ജീവനുകളാണ്. കക്കറമുക്ക് സ്വദേശി പൂവത്തുംചാൽ സോന ദാരുണമായി മരണപ്പെടുകയും ഭർത്താവ് റിജിലാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ എങ്ങനെയാണ് കാറിന് തീപിടിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. സാധാരണഗതിയിൽ കാറിനുള്ളിലുണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള പുകയോ തീപിടുത്തമോ അല്ല ഇവിടെ സംഭവിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന സൂചന. വൻ ശബ്ദത്തോടെയുള്ള സ്ഫോടനമാണുണ്ടായത്. വാഹനത്തിൽ തീ പടർന്നതോടെ ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ലാലുവിന് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നു. എന്നാൽ തൊട്ടുപിന്നാലെ ഉണ്ടായ ഉഗ്രസ്ഫോടനവും തീപിടുത്തവും കാരണം കാറിന്റെ സെൻട്രൽ ലോക്കിംഗ് സംവിധാനം പൂർണ്ണമായും തകരാറിലായതാണ് പിൻസീറ്റിലായിരുന്ന സോനയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്നതിനാൽ കടുത്ത ക്ഷീണം കാരണം സോന കാറിന്റെ പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു. തീ പടർന്നതോടെ ലാലു വാഹനം നിർത്തി പുറത്തിറങ്ങിയെങ്കിലും സെൻട്രൽ ലോക്ക് കുടുങ്ങിപ്പോയതിനാൽ സോനയ്ക്ക് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും കാറിൽ നിന്ന് വലിയ രീതിയിലുള്ള തീയും പുകയും ഉയർന്നിരുന്നു. ശരീരമാകെ പൊള്ളലേറ്റ ലാലു പ്രാണരക്ഷാർത്ഥം സമീപത്തെ തോട്ടിലേക്ക് ചാടുകയായിരുന്നു. ലാലു നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിൻസീറ്റിൽ സോന കുടുങ്ങിക്കിടക്കുന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ വെള്ളം കോരിയൊഴിച്ചും മറ്റും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും തീ അണയ്ക്കാനോ ലോക്ക് കുടുങ്ങിയ ഡോർ തകർക്കാനോ സാധിച്ചില്ല. നിമിഷങ്ങൾക്കകം തന്നെ കാറിനെ തീ പൂർണ്ണമായും വിഴുങ്ങുകയായിരുന്നു. ആ അമ്മയുടെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും ജീവനായുള്ള വിലാപം ആ തീനാളങ്ങൾക്കിടയിൽ എരിഞ്ഞടങ്ങുകയായിരുന്നു. പേരാമ്പ്രയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയപ്പോഴേക്കും കാർ ഏതാണ്ട് പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് കാറിനുള്ളിൽ നിന്ന് സോനയുടെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ മൃതദേഹം പുറത്തെടുക്കുന്നത്. ഉടൻ തന്നെ പേരാമ്പ്രയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും വിദഗ്ധ പരിശോധന അത്യാവശ്യമാണ്. കാറുകളിൽ അനധികൃതമായി വരുത്തുന്ന മാറ്റങ്ങളോ എക്സ്ട്രാ ഫിറ്റിംഗുകളോ ആണോ അതോ ഇന്ധനച്ചോർച്ചയാണോ സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഗുരുതരമായ പൊള്ളലേറ്റ ഭർത്താവ് റിജിലാലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൈകൾക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പൊള്ളലേറ്റ ഇദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. തന്റെ കൺമുന്നിൽ വെച്ച് പ്രിയപ്പെട്ടവളും അവളുടെ ഉദരത്തിൽ വളരുന്ന പിഞ്ചോമനയും കത്തിയമർന്നതിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും ലാലു മുക്തനായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം നൽകുന്ന വിശദമായ മൊഴിയും അന്വേഷണത്തിൽ നിർണായകമാകും. സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കാറിന്റെ അവശിഷ്ടങ്ങൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ.